കാര്യം എന്ത് ചെയ്തു? സ്തോത്രം. വെളിപ്പെട്ട് കിട്ടിയപ്പോൾ രാജസന്നിധിയിൽ ചെന്നിട്ട് പറഞ്ഞു, ഈ ഗുപ്തകാര്യം മന്ത്രവാദികൾക്കും ആഭിചാർക്കും ആചാരകന്മാർക്കും ശുദ്രക്കാർക്കും ഒന്നും ഇത് സ്തോത്രം വെളിപ്പെടുത്താൻ കഴിയത്തില്ല. പിന്നെ ആർക്ക് കഴിയും? എനിക്കും കഴിയത്തില്ല. പക്ഷെ ഞാൻ സേവിക്കുന്ന എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. 4 രാജ്യത്വങ്ങളുടെ ചരിത്രം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. സ്തോത്രം. 2-ാം അധ്യായത്തിൽ അത് വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അയ്യോ, ഞാൻ കണ്ട സ്വപ്നം അത് തന്നെയാ. പുള്ളിക്ക് അന്നേരം ഓർമ്മ വന്നു. പുള്ളി കടന്നപ്പോ കണ്ട സ്വപ്നം മുഴുവൻ, തലയും ഉടലും കാലും കൈയും എല്ലാം ഓർമ്മ വന്നു പുള്ളിക്ക്. സ്തോത്രം. ആ വലിയ രൂപത്തിന്റെ സ്തോത്രം. അപ്പോ അർത്ഥവും വിശ്വസിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം വേറെയില്ല. സ്തോത്രം. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് 2-ാം അധ്യായം അവസാനിച്ചു. പക്ഷെ 3-ാം അധ്യായത്തിൽ പുള്ളി ദൂര സമഭൂമിയിൽ ഒരു സ്വർണബിംബത്തെ കൊണ്ട് നിർത്തി. സ്തോത്രം. ഹല്ലേലൂയ. ചിലരുടെ വിശ്വാസം ഇങ്ങനെയാ. ഒരു 2-ാം അധ്യായം ദൈവത്തെ ഉയർത്തുന്ന ഒരു അധ്യായമുണ്ട്. 3-ാം അധ്യായം പിന്നെ ഉള്ള ബിംബങ്ങളെല്ലാം ജീവിതത്തിലേക്ക് കയറി വരും. സ്തോത്രം. ആമേൻ. പക്ഷേ ദാനിയേല് 12-ാം അധ്യായം വരെ വിശ്വസ്തനായിട്ട് നിന്നു. സകല വെല്ലുവിളികളുടെയും മുമ്പിൽ നിൽക്കത്തക്കവണ്ണം വെളിപ്പാട് പ്രാപിച്ചവനായിരുന്നു ദാനിയേൽ. ദർശനം പ്രാപിച്ചവനായിരുന്നു ദാനിയേൽ. ഞാൻ പറയട്ടെ, ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിന് സ്തോത്രം ക്ഷതമേൽപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിൽക്കണമെങ്കിൽ വെളിപ്പാട് പ്രാപിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. സ്വർഗീയ ദർശനങ്ങൾ കിട്ടിയേ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തോട് ചോദിച്ചു മേടിച്ചോണം. വെളിപ്പാടില്ലാത്തയിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുമ്പോൾ, ഹല്ലേലൂയ, എന്നെ നിങ്ങളെ ദൈവവചനപ്രകാരം ഹല്ലേലൂയ ദൈവത്തെ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ദൈവിക വെളിപ്പാടുകൾ പ്രാപിച്ചു നിന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ.